ഹലോ ഗൈസ്, എസ് കെ വി ഇൻട്രസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മളെ ഗോട്ട് മൂവി കണ്ടു. എൻ്റെ വോയിസ് ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ സാധാരണ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാറുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വോയിസ് ക്ലാരിറ്റിയുടെ ഒരു കാര്യമാണ്. കാര്യം നോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ഇന്ന് ഫ്ലാറ്റിലാണുള്ളത്. ഇപ്പോൾ ട്രാവലിംഗ് ആയതുകൊണ്ട് എനിക്ക് ഓഫീസിലോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഒന്നും കാറിനകത്തല്ല. അപ്പോൾ ഒരു വോയിസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. പിന്നെ ഞാൻ മൈക്കും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം വോയിസ് ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗോട്ട് മൂവി റിലീസായി. ആക്ച്വലി ഒരു ട്രെയിലർ റിലീസായപ്പോൾ തന്നെ നമുക്കറിയാം, പല അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പല കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, വിജയ് ഫാൻസിന് ഇതൊരു വൺ ട്രീറ്റ് സിനിമയാണെന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ. പക്ഷേ വിജയ് ഇഷ്ടപ്പെടുന്ന ആളാണ് എങ്കിൽ പോലും പക്ഷേ ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു ഫീലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പക്ഷേ എന്നാലും നമ്മൾ പറയുകയാണെങ്കിൽ പല സിനിമകളും ഇതേപോലെ നമ്മൾ ട്രെയിലർ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ പോയിട്ട് തിയേറ്ററിൽ പോകുമ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഇന്നലെ സിനിമ കാണാൻ പോയത്. പിന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ട്രെയിലറിൽ എന്താണോ കണ്ടത്, എനിക്ക് എങ്ങനെയാണോ ട്രെയിലർ കണ്ട് തോന്നിയത് അതിൽ കൂടുതലായിട്ടൊന്നും സിനിമയിൽ തോന്നിയിട്ടില്ല. എല്ലാം എക്സ്പെക്റ്റഡ് സാധനം തന്നെ. പ്രത്യേകിച്ചൊരു വാവ് എന്നൊരു ഫാക്ടർ ഒന്നുമില്ല. സാധാരണ വിജയ് പടങ്ങളിൽ മെയിനായിട്ട് കണ്ടിട്ടുള്ള നമ്മൾ ആസ്വദിക്കാൻ പറ്റിയ കുറച്ച് സോങ്സ്, BGMs ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയിൽ ഇതൊന്നും എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. കാരണം ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും ശരി, സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ശരി, അതിനകത്ത് വന്നുപോയ പാട്ടുകളൊക്കെ എന്തിനു വന്നു, എവിടെയൊക്കെയോ കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് എന്തൊക്കെയോ ചെയ്ത പോലെയൊക്കെ ഉള്ള പാട്ടിൽ ഒരെണ്ണം പോലും എനിക്ക് വലിയ ഫീലൊന്നും തന്നിട്ടില്ല. പിന്നെ ഈ സ്റ്റോറിയിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ റീസെൻ്റ്ലി ഒരു 10 വർഷത്തിനിടെ ഗ്യാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ ഇതേപോലെ നമ്മുടെ ഈ ടെററിസ്റ്റ് അറ്റാക്ക്, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ്, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വരുന്ന ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. സ്ഥിരം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ എൻഡ് ടു എൻഡ് നമുക്കറിയാം എന്താണ് ഇതിന് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതിലുപരിയായിട്ട് ഈ സിനിമയിലും വേറൊന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഒട്ടും ഒരു സ്ഥലത്ത് പോലും ഒരു ഇതൊരു ഗൂസ്പം തരുന്ന ഒരു മൊമെൻറ്റ് വിജയ് സിനിമ ഈ ഒരു സിനിമയിൽ ഉണ്ടായിട്ടേ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിയോ ഒക്കെ സത്യം പറഞ്ഞാൽ എന്തൊരു സിനിമയായിരുന്നു ഒക്കെ. ആക്ച്വലി ഇതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സിനിമയെ കമ്പയർ ചെയ്യുമ്പോൾ ലിയോ ഒക്കെ വാവ്, നമുക്ക് പല സീൻസും വാവ് തോന്നി പോകും. പ്രത്യേകിച്ചും ലിയോയുടെ ഫസ്റ്റ് ഹാഫൊക്കെ സൂപ്പർബായിരുന്നു. കാരണം ലോകേഷ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു രീതിയിലാണ്. പക്ഷേ വെങ്കട് പ്രഭു എന്നുള്ള ഡയറക്ടർ, നമുക്കറിയാം മങ്കാത്ത പോലെ ഒരു ഗംഭീരമായ ഹിറ്റ് തന്നിട്ടുള്ള ഡയറക്ടറായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ, അതും വിജയ് വെങ്കട് പ്രഭു കോംബോ വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട സംഭവങ്ങളുണ്ട്. അതൊന്നും നമുക്ക് ആ എക്സ്പെക്ടേഷൻ ഒന്നും മീറ്റ് ചെയ്തിട്ടില്ല. ട്രെയിലറിലും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ അതിനകത്ത് എന്തെങ്കിലും നമുക്ക് ചെറിയൊരു ഗ്ലിംസ് മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ ഉദ്ദേശിച്ചല്ല തിയേറ്ററിൽ ഇത് വന്നിട്ട് ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പലതും പറയുകയുണ്ടായി, ഭയങ്കര വാവ് സാധനങ്ങൾ ഉണ്ടാവും, നിങ്ങൾ പ്രതീക്ഷിച്ച പോലെയല്ല, ഇതൊന്നും ഉണ്ടാവുക നിരാശയോടുകൂടി മടങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു സിനിമയുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പല ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് കുറച്ച് വെറുപ്പിക്കൽ തന്നെയായിരുന്നു, ഇല്ലാന്ന് പറയുന്നില്ല. കാരണം പ്രേംജിയുടെ ക്യാരക്ടറൊന്നും എനിക്ക് അത്ര വലിയ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, പ്രേംജിയുടെ ക്യാരക്ടർ. പിന്നെ വിജയുടെ മകളായിട്ട് അഭിനയിച്ച ക്യാരക്ടർ വലിയൊരു റോള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അറിയാം വിജയുടെ മകൻ, മകൻ പാസം, ഈ സാധനങ്ങൾ, ഇതൊക്കെ വിജയുടെ ആ ലുക്ക് തന്നെ നമ്മൾ ഒരുപാട്, പ്രത്യേകിച്ച് ആ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനമാണ്. അത് തന്നെയാണ് ഈ ഒരു ഭയങ്കരമായിട്ട് അരോചകം തോന്നിപ്പോയി. പിന്നെ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ വേറൊരു ക്യാരക്ടർ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു നിരാശയാണ്. കാര്യം അദ്ദേഹത്തെ പോലൊരു ആക്ടറായിട്ട് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിജയ് എന്ന് പറയുമ്പോൾ അറിയാം, നമുക്കൊരു ഓളം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഒരു നല്ല കിടിലൻ പാട്ട്, നല്ല BGM, നല്ല ഫൈറ്റ്, ഇതൊക്കെ തരുന്നൊരു ആക്ടറാണ്, ടാലൻറ്റഡ് ആക്ടറാണ്. ഓഫ്കോഴ്സ് അതൊരു സംശയമില്ല. പക്ഷേ ആളുടെ അടുത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ സിനിമയല്ല ഇത്. ആക്ച്വലി എനിക്ക് ഒട്ടും തരത്തിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിൽ സൗണ്ട് ചെയ്യുന്നു, പ്രത്യേകിച്ച് BGM ചെയ്തിരിക്കുന്ന കാര്യം പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ സാധാരണ നമ്മുടെ പഴയ വിജയ് സിനിമകളുടെ മാസ്റ്റേഴ്സ് ഗില്ലിയിലൊക്കെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തത് വീണ്ടും റീയൂസ് ചെയ്തതും അല്ലാതെ ഈ സിനിമയ്ക്കായിട്ടൊരു BGM കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം അറ്റ്ലീസ്റ്റ് വില്ലനെങ്കിലും ഒരു BGM ഉണ്ടാവുമെന്ന് വിചാരിച്ചു. വില്ലൻ മറ്റൊരു കോമഡിയാണ്. അതിന് വേറൊരു കാര്യം കൂടി പറയാം. കാര്യം വില്ലനായിട്ട് നമുക്ക് സാധാരണ ഒരു പ്ലേസ് ചെയ്യുന്ന ഒരാളെന്നൊക്കെ പറയുമ്പോൾ വിജയുടെ ഓപ്പോസിറ്റ് നിർത്തുന്ന ഒരാളെന്ന് പറയുമ്പോൾ ഒരു മാസ്, നമുക്കൊരു പേടി തോന്നുന്ന അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര ഡെപ്തുള്ളൊരു വില്ലനായിരിക്കണം. അതൊന്നും ഈ ക്യാരക്ടറിന് തോന്നിയില്ല. ജസ്റ്റ് വെറുതെ ഒരാളെ കൊണ്ട് പ്ലേസ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കി ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന സ്നേഹ, ലൈല, പിന്നെ പോലെ പ്രശാന്ത്, പ്രഭുദേവ,
അജ്മൽ, ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറച്ച് ക്യാമിയോ റോൾസും ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ സ്പോയിലർ ആയിപ്പോവും. പക്ഷെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും ഈ സിനിമയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നും ഒട്ടും തോന്നാത്ത തരത്തിൽ വളരെയധികം നിരാശ തോന്നിയ ഒരു സിനിമ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത സിനിമ ഇനിയിപ്പോൾ വിജയ് നെക്സ്റ്റ് പൊളിറ്റിക്സിലോട്ടും കാര്യങ്ങളോട്ട് പോകുന്നു. ഇപ്പോൾ ലാസ്റ്റ് സിനിമ എന്ന് പറഞ്ഞിട്ട് വിനോദിൻ്റെ ആ ഒരു സിനിമ എന്ന് പറയുന്നത് 69, ആ ഒരു സിനിമ നമ്മൾക്ക് പ്രതീക്ഷ തരുന്ന ഒരുപാട്, നമ്മൾ എന്താണോ വിജയിൽ നിന്നും കാണാൻ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടൊരു വിജയ്, ഒരു പുതിയൊരു പുതുമ തോന്നിക്കുന്ന രീതിയിൽ ഒരു സ്റ്റോറി ലൈൻ ചെയ്യുന്ന ഒരു സിനിമയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയർ എൻഡ് ചെയ്യോ, പൊളിറ്റിക്കലി പോവുകയാണ്, സിനിമ എൻഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതിന് ഇപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ്. സിനിമ ലാസ്റ്റ് സിനിമയാണെന്ന് കേൾക്കുന്നു. ബട്ട് എനിവേ നല്ലൊരു സിനിമ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം നമ്മളെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്തിരിക്കുന്ന ഓളം പറ്റിക്കുന്ന ഒരു വിജയുടെ ഒരു നല്ല സിനിമ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.